മുറിഞ്ഞു പോയൊരു ഭാഗം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്താണ് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ കൈകളിലെ പരിക്കുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസും വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം ഓർത്തോപീഡിക്സ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ നിർവഹിച്ചു. കൈകളെ ബാധിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ഹാൻഡ് സർജറി ദിനമായി ആചരിക്കുന്നത്. കൈകളിലെ പരിക്കുകൾ, വൈകല്യങ്ങൾ, ശസ്ത്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. കൈകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും ആവശ്യമുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായി ഓരോ വർഷവും ഈ ദിനം ആചരിച്ചു വരുന്നു. ദേശീയ ഹാൻഡ് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ഓർത്തോപീഡിക്സ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ നിർവഹിച്ചു. നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ഈ ഒരു കൈയിന് ഏകദേശം 27 ബോൺസ് ഉണ്ട്. അതിലുപരി ഇതിൽ ഏകദേശം 34-40ഓളം മസിൽസ് ഉണ്ട്. അതിലുപരി അതിൻ്റെ ഞരമ്പുകൾ, നാഡി ഞരമ്പുകൾ പറയാൻ പറ്റാത്തത്രയും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കൈയിലേക്കുള്ള രക്തോട്ടം ശരിക്കും 2 ആർട്ടറിയാണ്. ഒരു ആർട്ടറി നനച്ചാൽ വേറൊരു ആർട്ടറി അത് വർക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഇതിന്റെ കൈയിന്റെ ഒരു ഘടന ഉണ്ടാക്കിയത്. വീടുകളിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ, സ്പോർട്സിനിടയിൽ സംഭവിച്ചേക്കാവുന്ന പരിക്കുകൾ, ജോലിസ്ഥലങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ എന്നിവയെക്കുറിച്ചും അവയവങ്ങൾ മുറിഞ്ഞുപോയാൽ ആശുപത്രികളിൽ എങ്ങനെ എത്തിക്കണം എന്നതിനെക്കുറിച്ചും ആളുകൾക്ക് പരിശീലനം നൽകി. ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പരിക്കുകളെ ഏതെല്ലാം വിധത്തിൽ നേരിടാം എന്നതിനെക്കുറിച്ച് ആളുകളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഹാൻഡ് ആൻഡ് മൈക്രോ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ KR തുഷാര പറഞ്ഞു. ജോലിക്കിടയിലും കളിക്കിടയിലും കൈകളെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ കുറച്ചു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്നുള്ള ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ രീതിയിൽ പരിക്കുകൾ സംഭവിക്കാം, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് തടയാൻ പറ്റും, ഒരുപക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് 3 കാര്യങ്ങൾ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ഒരു 3 വർക്ക് സ്റ്റേഷൻസ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതിൽ നമുക്ക് വീട്ടില് സാധാരണ കുട്ടികൾക്കും മുതിർന്നവർക്കും വീടുകളിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത്തേതിൽ നമ്മൾ വർക്ക് സ്റ്റേഷനുകളിൽ നമ്മൾ ജോലി സ്ഥലത്ത് സംഭവിക്കാവുന്ന പരിക്ക്. അവിടെ തന്നെയാണ് നമ്മൾ ആ സ്റ്റേഷനിൽ നമ്മൾ ഈ മുറിഞ്ഞു പോയൊരു ഭാഗം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്താണ് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മൂന്നാമത്തിൽ നമ്മൾ സ്ഥിരം സ്പോർട്സിനിടയിൽ സംഭവിക്കാവുന്ന പരിക്കുകൾ, അതും നമ്മൾ എങ്ങനെ അത് സാധാരണഗതിയിൽ മിസ്സായി പോകുന്ന കാര്യം അറിയാതെ പോകുന്ന പരിക്കുകളാണ്. അത് ഒരുപാട് കാലതാമസം ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് യൂഷ്വലി അതുപോലുള്ള പരിക്കുകൾ എത്താറുള്ളത്. അത് തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ അങ്ങനെ 3 രീതിയിൽ അങ്ങനെ വർക്ക് സ്റ്റേഷൻ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. ദേശീയ ഹാൻഡ് സർജറി ദിനത്തോടനുബന്ധിച്ച് എക്സിബിഷൻ, വർക്ക്ഷോപ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഡോക്ടർ KR തുഷാര, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ KE ഷഹീൻ, ഹാൻഡ് ആൻഡ് മൈക്രോ സർജൻ ഡോക്ടർ ജിതിൻ ജോസ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്.
വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.